നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിലെ 1-2 ഭാഗങ്ങൾ മിത സ്റ്റോറി ടൈമിലൂടെ കേൾക്കാം. 1. ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം വിഡ്ഢികൾ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്നലെ വരെ ഞാനും അത് വിശ്വസിച്ചിരുന്നു. പക്ഷേ അതങ്ങനെയല്ല. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന തിരിച്ചറിവാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ആ തിരിച്ചറിവിലേക്ക് എത്താൻ തനിക്ക് ചുറ്റും സംഭവിച്ചതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം വേണം. അതൊരിക്കലും വിഡ്ഢിയായ ഒരാൾക്ക് സാധ്യമല്ല. ഇവിടെ നിങ്ങൾക്ക് ഇതെൻ്റെ നിസ്സഹായകതയോ ഭീരുത്വമോ ആയി തോന്നിയേക്കാം. പക്ഷേ എനിക്കിപ്പോൾ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയെന്ന് അംഗീകരിക്കാനുള്ള ധൈര്യമുണ്ട്. ഈ തീരുമാനം എനിക്ക് എന്നിലുള്ള അവസാന പ്രതീക്ഷയാണ്. ജീവിതത്തിൽ ഒരിക്കലും അവനവനായി ജീവിക്കാൻ കഴിയാത്ത ഒരുവൾക്ക് മരണത്തിലെങ്കിലും അത് സാധിക്കേണ്ടിയിരിക്കുന്നു. സ്വയം നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. അത്രമാത്രം. അതിഥി 28/11/2017. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ട്രെയിൻ നമ്പർ 1652-8 കണ്ണൂരിൽ നിന്നും യശ്വന്ത്പൂർ വരെ പോകുന്ന കണ്ണൂർ യശ്വന്ത്പൂർ സ്പെഷ്യൽ എക്സ്പ്രസ് അല്പസമയത്തിനകം 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ്. 1ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും അറ്റത്തിട്ട തുരുമ്പിച്ച ബെഞ്ചിന് മുകളിൽ തൻ്റെ ട്രാവലർ ബാഗും സ്യൂട്ട് കേസും കയറ്റിവച്ച് ഒരറ്റത്ത് കുനിഞ്ഞിരുന്ന് ഫേസ്ബുക്കിലൂടെ വിരലോടിച്ചു കൊണ്ടിരുന്ന അതിഥി അനൗൺസ്മെൻറ്റ് കേട്ടതും ഫോൺ സൈഡ് ബാഗിലിട്ട് എഴുന്നേറ്റു. നാട്ടുകാരുടെ കല്യാണ ഫോട്ടോയും മീശപ്പുലിമലയിലെ മഞ്ഞു പെയ്യുന്ന വീഡിയോയും പൊളിറ്റിക്കൽ അടിപിടിയും ചിക്കൻ നിർത്തിപ്പൊരിച്ച റെസിപ്പിയുമൊന്നും അറിയാനും കാണാനും താല്പര്യമില്ലെങ്കിലും ആളുകളുമായുള്ള സമ്പർക്കവും സംസാരവും ചിലപ്പോഴൊക്കെയുള്ള ഒറ്റപ്പെടലും ഒഴിവാക്കാൻ ഇതാണ് ഏറ്റവും എളുപ്പമായ മാർഗമെന്ന് തോന്നിയിട്ടുണ്ട്. ഈ കണ്ണൂരുള്ളവരെല്ലാം ബാംഗ്ലൂരിലേക്ക് കുടിയേറിക്കഴിഞ്ഞെന്ന് തോന്നിപ്പിക്കുന്ന വിധം തിരക്കാണ് സ്റ്റേഷനിൽ. 7:30 ട്രെയിൻ പിടിക്കാൻ 6 മണിക്ക് സ്റ്റേഷനിൽ എത്തിയത് കൊണ്ടും AC കമ്പാർട്ട്മെൻറ്റ് ഏറ്റവും അറ്റത്തായതുകൊണ്ടും ഇത്രയും നേരം ഇരിക്കാൻ ബെഞ്ച് കിട്ടി. സ്റ്റേഷനിൽ ആൾക്കാർക്ക് കാലുകുത്താൻ സ്ഥലമില്ലാത്തപ്പോഴും ബെഞ്ചിൽ 4-5 ബാഗ് കയറ്റി ചുറ്റുമുള്ള ഒന്നും കണ്ടില്ലെന്ന് നടിച്ചിരിക്കുന്ന അവനവനോട് മാത്രം അനുകമ്പയുള്ള യാത്രക്കാരെക്കുറിച്ച് നീ ഒരു റിപ്പോർട്ട് എഴുതണമെന്ന് പണ്ട് ജേർണലിസം പഠനകാലത്ത് കോളേജിലേക്കുള്ള ട്രെയിൻ കാത്തുനിന്നപ്പോൾ അച്ഛൻ പറഞ്ഞത് പെട്ടെന്നവൾക്ക് ഓർമ്മ വന്നു. അന്ന് വലിയ കാര്യത്തിൽ അതിനൊക്കെ തലയാട്ടിയെങ്കിലും ഇപ്പോഴിതാ അച്ഛൻ്റെ കണ്ണിലെ ആ യാത്രക്കാരിൽ ഒരാളായി താനും മാറിയതോർത്ത് അവൾക്ക് വിഷമം തോന്നി. പക്ഷേ സാരമില്ല, അച്ഛൻ ഇതൊന്നും അറിയില്ലല്ലോ. അല്ലെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലല്ലാതെ ജീവിതത്തിൽ നല്ല കുട്ടികളാവാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. ദൂരെ നിന്നും ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ അവൾ ട്രാവലർ ബാഗ് തോളിലിട്ട് ചെറുതായി തേഞ്ഞു തുടങ്ങിയ നീല സ്യൂട്ട് കേസിൻ്റെ ചക്രങ്ങൾ നിലത്തുരച്ച് മുന്നോട്ട് നടന്നു. കയറേണ്ട ബോഗിയും സീറ്റ് നമ്പറുമെല്ലാം ഓർമ്മയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒന്നുകൂടെ ഉറപ്പിക്കാനായി അവൾ ബാഗിൽ നിന്നും ഫോണെടുത്ത് ടിക്കറ്റ് പരിശോധിച്ചു. PNR 8447232036, TRN 16528, DOJ 0402-2017, SL CNN QLN DP 1930, അതിഥി ശ്രീനിവാസൻ S309, ഏജ് 22. പ്ലാറ്റ്ഫോമിന് മുന്നിലെ ബോർഡിൽ കോച്ച് പൊസിഷൻ 18 എന്നെഴുതിയാലും ട്രെയിൻ കൃത്യമായി അവിടെ വന്ന് നിൽക്കില്ല എന്നുറപ്പുള്ളതുകൊണ്ട് അവൾ ബാഗും വലിച്ച് അല്പം മുന്നോട്ട് നടന്നു. യാത്ര പോകുമ്പോൾ ജീൻസും ടീഷർട്ടും തന്നെയാണ് അവൾ സ്ഥിരമായി ഇടാറുള്ളത്. സത്യത്തിൽ അതിനേക്കാൾ കംഫർട്ടായ എന്തെങ്കിലും വസ്ത്രം സ്ത്രീകൾക്ക് വേറെയുണ്ടോ എന്ന് സംശയമാണ്. ഫ്ലൈറ്റിലെയും ട്രെയിനിലെയും AC റിസർവ് ചെയ്ത സീറ്റുകളിൽ ആരും വന്നിരിക്കില്ല എന്നറിയാമെങ്കിലും കയറാൻ നേരം മലയാളികൾക്ക് എന്തോ ഒരു വ്യഗ്രതയാണ്. പതിയെ കയറാമെന്നൊക്കെ എത്ര മനസ്സിൽ കരുതിയാലും ആദ്യം വണ്ടിക്കുള്ളിൽ കയറിയില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. ലോവർ ബർത്ത് ആയതുകൊണ്ട് താഴെ അഴിച്ചിട്ട ചെരുപ്പ് കാണാതാകുമോ എന്ന പേടി വേണ്ട. അതുപോലെ ഏന്തി വലിഞ്ഞ് മുകളിൽ കയറേണ്ട എന്നതും ഒരു അനുഗ്രഹമാണ്. പക്ഷേ രാവിലെ മേലെയുള്ള ബർത്തിലെ ആൾ എഴുന്നേക്കാതെ നടുനിവർത്തി ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരേയൊരു പ്രശ്നം. ബാഗുകൾ സീറ്റിനടിയിൽ വച്ച് അതിഥി ഫോണും ഹെഡ്സെറ്റും വായിച്ചു തീരാറായ അഷിതയുടെ ബുക്കും കയ്യിലെടുത്തു. പാതി അടഞ്ഞുകിടന്ന വിൻഡോ തുറന്ന് സീറ്റിലിരുന്നു. ട്രെയിൻ പതിയെ സ്റ്റേഷൻ വിട്ടപ്പോൾ അവൾക്ക് അച്ഛനെ ഓർമ്മ വന്നു. ഡിഗ്രി കാലം മുതൽ എപ്പോഴും കോളേജിലേക്കുള്ള ട്രെയിൻ കയറ്റാൻ
രാവിലെ അച്ഛൻ കൂടെ വരും. ട്രെയിൻ എടുക്കാൻ നേരം പോക്കറ്റിൽ നിന്നും ചുരുട്ടിയ 100 രൂപ നോട്ടുകൾ കയ്യിൽ വെച്ച് കണ്ണിൽ നിന്നകലുന്നതുവരെ കൈവീശുന്ന അച്ഛനെ കാണുമ്പോൾ എന്തോ ഒരു സങ്കടമാണ്. അവരറിയാതെ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് കണ്ണു നിറയും. ജോലിക്ക് വേണ്ടിയായതുകൊണ്ടാകും ഇന്നിപ്പോൾ ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ കയറ്റാൻ ആരും വന്നില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ശീലമായതുകൊണ്ടാകാം മറ്റു നഗരങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ തന്നിട്ടുള്ള പതിവ് ഉപദേശങ്ങളോടൊപ്പം ഭക്ഷണവും വെള്ളവും പാക്ക് ചെയ്ത് വീട്ടുകാർ ഉത്തരവാദിത്വമൊഴിഞ്ഞു. അല്ലെങ്കിലും ഇതുതന്നെയാണ് നല്ലത്. ഇഷ്ടമുള്ളവരെ എപ്പോഴും ഒരുപാട് ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ ചില ഇഷ്ടങ്ങളൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും. വിൻഡോയിൽ കൈയൂന്നി അതിഥി കമ്പാർട്ട്മെൻറ്റിലൂടെ കണ്ണോടിച്ചു. ഇന്ന് രാത്രി മുഴുവൻ യാത്ര ചെയ്യേണ്ടത് ഇവർക്കൊപ്പമാണ്. സ്ത്രീകളാരെങ്കിലും ഒപ്പമുണ്ടോ എന്നാണ് ആദ്യം നോക്കിയത്. സമാധാനമായി കണ്ണടയ്ക്കണമെങ്കിൽ ആ ഒരു ഉറപ്പ് വേണം. ആണുങ്ങൾക്ക് ഈ നാട്ടിൽ പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ലെന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് അറിയണ്ടല്ലോ, ഒരു പെൺകുട്ടിക്ക് രാത്രി ട്രെയിനിൽ സ്വസ്ഥമായി യാത്ര ചെയ്യണമെങ്കിൽ അടുത്തെവിടെയെങ്കിലും ഒരു സ്ത്രീ കൂടിയുണ്ടെന്ന ഉറപ്പ് വേണമെന്ന്. ഒരു ഫാമിലിയും കൂടെ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന 4 വയസ്സ് പ്രായം തോന്നുന്ന കുട്ടിയുമാണ് മുന്നിലെ ബർത്തിലിരിക്കുന്നത്. സൈഡിൽ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് കാര്യമായി പണിയെടുക്കുന്ന IT പ്രൊഫഷണൽ എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുന്ന ഒരു ചേട്ടനും മുകളിലെ ബർത്തിൽ മുഖം തരാതെ ഏതാണ്ട് മുഴുവൻ സമയവും ഉറങ്ങുന്ന ഒരമ്മാവനുമാണ് കമ്പാർട്ട്മെൻറ്റിലെ മറ്റ് സഹയാത്രികർ. അല്ലെങ്കിലും ഗിത്താർ പിടിച്ച് ട്രെയിനിൽ കയറി പാട്ടുപാടുന്ന വാരണമായിരത്തിലെ സൂര്യയെയും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ചുള്ളൻ പയ്യന്മാരെയും സിനിമയിൽ മാത്രമേ കാണാൻ കഴിയൂ. ഈ കൊച്ചൊന്ന് കരയാതിരുന്നെങ്കിൽ കയ്യിലിരിക്കുന്ന പുസ്തകമെങ്കിലും വായിച്ചു തീർക്കാമായിരുന്നു. മുഖം കനപ്പിച്ച് അവൾ പുസ്തകം മടക്കി വെച്ചപ്പോഴേക്കും ഫോണിൽ അമ്മയുടെ വിളിയെത്തി. തൊട്ടടുത്തുള്ള യാത്രക്കാരുടെ വിവരങ്ങൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി കൂടെ സ്ത്രീകളുണ്ടെന്ന് വെച്ച് ബോധം കെട്ടുറങ്ങരുതെന്ന ഉപദേശവും നൽകി അമ്മ ഫോൺ വെച്ചു. രണ്ടാമത്തെ ജോലിക്കുള്ള യാത്രയാണിത്. 1 വർഷം പോലും തികയ്ക്കാതെ ആദ്യത്തെ ജോലി ഉപേക്ഷിച്ചാൽ കരിയറിൽ വലിയ ബ്ലാക്ക് മാർക്കാവുമെന്നൊക്കെ പലരും ഉപദേശിച്ചിരുന്നു. എന്നാൽ അതെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് പുതിയ ജോബ് ഓഫറിലെ വലിയ അക്കങ്ങൾ കണ്ടതും ഡൽഹിയിൽ നിന്നും ബാഗ് പാക്ക് ചെയ്തിറങ്ങിയതാണ്. പുതിയ കമ്പനിയിലെ ജോലി എന്താണെന്നോ അവിടുത്തെ ജീവിതം എങ്ങനെയാകുമെന്നോ എന്നൊന്നും ഒരു പിടിയുമില്ല. ഡൽഹി പോലുള്ള ഒരു സിറ്റിയിൽ 16,000 രൂപ കൊണ്ട് ഒരു മാസം തള്ളി നീക്കുക എളുപ്പമല്ലെന്ന തിരിച്ചറിവ് കുറച്ചു കാലം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. 9 മണിയായപ്പോഴേക്കും ട്രെയിനിൽ ഭക്ഷണത്തിൻ്റെ മണമടിച്ചു തുടങ്ങി. വീട്ടിൽ വെക്കുമ്പോൾ ഈ ചോറും കറിയുമൊന്നും തിരിഞ്ഞു നോക്കില്ലെങ്കിൽ പോലും പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞുകെട്ടി ഒരു ചമ്മന്തിയും ചോറും തന്നാൽ പോലും അതിന് ഒടുക്കത്തെ രുചിയാണ്. പക്ഷേ രാത്രി ചോറ് കഴിക്കുന്ന ശീലം പണ്ടേ ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് ഡബ്ബയിൽ അമ്മ തന്നുവിട്ട ഉപ്പുമാവ് പകുതി കഴിച്ചു. വല്ലതും കുത്തിക്കുറിക്കാൻ ഡയറി കയ്യിലെടുത്തപ്പോഴേക്കും എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് ഉറക്കം തുടങ്ങി. 5 മണിക്കാണ് ട്രെയിൻ ബാംഗ്ലൂർ എത്തുന്നത്. അവിടെ പിക്ക് ചെയ്യാൻ അച്ഛൻ്റെ ബന്ധു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4:30 അലാറം വെച്ച് ഫോണും പേഴ്സുമുള്ള ബാഗ് നെഞ്ചോടടുപ്പിച്ച് ട്രെയിനിൻ്റെ താളം ആസ്വദിച്ച് അവൾ ഉറങ്ങാൻ കിടന്നു. 2. ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഡേ സിനിമയിലെ നസ്രിയയുടെയും ദുൽഖറിൻ്റെയും നിവിൻ പോളിയുടെയും ബാംഗ്ലൂർ. ആ സിനിമയ്ക്ക് ശേഷമാണോ എന്നറിയില്ല, ബാംഗ്ലൂർ മലയാളികൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും നഗരമാണ്. ട്രെയിൻ 1 മണിക്കൂറോളം ലേറ്റായി പുലർച്ചെ 6 മണിയോടെയാണ് സ്റ്റേഷനിലെത്തിയത്. പുറത്തെ ഗേറ്റിന് മുൻപിൽ കാത്തുനിന്നാൽ മതിയെന്ന അങ്കിളിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവൾ ലഗേജുമെടുത്ത് പുറത്തേക്ക് നടന്നു. എല്ലാ റെയിൽവേ സ്റ്റേഷനിലെയും പതിവ് കാഴ്ച പോലെ പുറത്തിറങ്ങുന്ന ഓരോ യാത്രക്കാർക്ക് പിറകെയും ഓട്ടോ വേണോ എന്ന് ചോദിച്ച് ഡ്രൈവേഴ്സ് ഓടിത്തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ പിക്ക് ചെയ്യാനായി വന്ന കാറുകളും ബൈക്കുകളുമായി മെയിൻ റോഡിൽ ചെറിയ ബ്ലോക്ക് വന്നു തുടങ്ങി. ട്രെയിനിൽ നിന്നിറങ്ങിയ പകുതി പേരും കേരളത്തിൽ നിന്നും അവളെപ്പോലെ ജോലിക്കായോ പഠിക്കാനോ വന്ന കുട്ടികൾ തന്നെയാണ്. പക്ഷെ ഇത്രയും പയ്യന്മാർ ഈ ട്രെയിനിൽ ഉണ്ടായിട്ടും എന്താണ് ഒരെണ്ണം പോലും തൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഇല്ലാതെ പോയതെന്ന് ആലോചിച്ചിരുന്നപ്പോഴേക്കും അങ്കിൾ കാറ് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി ഹോണടിച്ചു. ഹേയ് അമ്മോ, ബാംഗ്ലൂർ വന്നിട്ട് ആദ്യ ദിവസം തന്നെ കന്നഡയിൽ തെറി കേൾക്കണ്ടെങ്കിൽ വേഗം കയറിക്കോ, പിറകേന്ന് ഇപ്പോൾ ഹോണടി തുടങ്ങും. ദാസങ്കൾ കാറിൻ്റെ ഡിക്കി തുറന്ന് ബാഗുകൾ കയറ്റുന്നതിനിടെ തമാശയായി പറഞ്ഞു. അല്ലെങ്കിലും കുടുംബത്തിലുള്ളവർക്ക് നമ്മുടെ പുറത്ത് വിളിക്കുന്ന ഫാഷൻ പേരുകളൊന്നും പിടിയുണ്ടാകാൻ വഴിയില്ലല്ലോ. ഫോണിൽ വിളിച്ചപ്പോഴും ആൻറ്റിയും അങ്കിളും അമ്മു എന്നു തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. ഫോണിലൂടെ ഇടയ്ക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇരുവരെയും ഇതുവരെ അവൾ നേരിട്ട് കണ്ടിട്ടില്ല.
പണ്ടൊരിക്കൽ വീട്ടിലെ ആൽബത്തിൽ ഇവരുടെ കല്യാണ ഫോട്ടോ കണ്ടപ്പോൾ ഇത്രയും ഭംഗിയുള്ള ആൻറ്റി എന്താണ് അങ്കിളിനെ കെട്ടിയതെന്നോർത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ അങ്കിളിന് ബാംഗ്ലൂരിൽ വലിയ ബിസിനസ് ആണെന്നും അവനിപ്പോൾ ഉള്ളതൊക്കെ ചെറിയ പ്രായത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയതാണെന്നൊക്കെയുള്ള അച്ചമ്മയുടെ അഭിമാന കഥ കേട്ടപ്പോൾ ചിലപ്പോൾ കാശു കണ്ട് കെട്ടിയതാകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ലുക്കിലല്ല കാര്യമിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ജനിച്ച അന്നു മുതൽ ബോഡി ഷേമിംഗ് കേട്ടു വളരുന്ന കുട്ടികൾക്ക് ഉണ്ടാകാൻ ഇടയില്ലല്ലോ. ബാംഗ്ലൂരിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ബന്ധുവാണ് ദാസും കുടുംബവും അവിടെയാണല്ലോ, അവരെ ഒന്ന് വിളിക്കൂ എന്ന് അച്ഛനെ ഓർമ്മിപ്പിച്ചത്. പിന്നെ കുട്ടികളെ മറ്റൊരു നാട്ടിൽ വിടുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടി കൂടിയാകുമ്പോൾ ഒരു ഫാമിലി സപ്പോർട്ട് ഉള്ളത് നല്ലതാണെന്ന അമ്മയുടെ അഭിപ്രായം കൂടിയായപ്പോഴേക്കും ദാസ് അങ്കിൾ ബാംഗ്ലൂരിലെ അവളുടെ ലോക്കൽ ഗാർഡിയനായി. അവരുടെ കൂടെ ഫ്ലാറ്റിൽ നിന്നാൽ മതിയെന്ന ഓഫർ മുന്നോട്ട് വച്ചെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് തോന്നി. കുടുംബവുമായി എന്തെങ്കിലും കണക്ഷനിൽ പെട്ടാൽ പിന്നെ ബാംഗ്ലൂർ സിറ്റിയിൽ ശ്വാസം വിടാൻ പോലും അനുവാദം ചോദിക്കേണ്ടി വരും. ഓഫീസിന് അടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ താമസം ശരിയാക്കി. ഇവരുടെ വീടുമായി വലിയ ദൂരവ്യത്യാസം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഒരു കുടുംബത്തിലൊന്നും പോയാൽ മര്യാദയ്ക്ക് നിൽക്കാൻ ഇവൾ ഇനിയും പഠിച്ചിട്ടില്ലെന്ന അമ്മയുടെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ടും ഹോസ്റ്റൽ തീരുമാനം എളുപ്പമായി. രാത്രി ഉറക്കമൊക്കെ കിട്ടിയോ? യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അങ്കിൾ ചോദിച്ചു. ഇല്ല, കുറച്ച് ലേറ്റായതൊഴിച്ചാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്കിൾ ഇത്രയും നേരത്തെ ബുദ്ധിമുട്ട് വണ്ടിയെടുത്ത് വരേണ്ടതില്ലായിരുന്നു. ലൊക്കേഷൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു ഓട്ടോ പിടിച്ചു വന്നേനെ. അവളും ഔപചാരികത കൈവിട്ടില്ല. അയ്യേ, ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ശാലുവിനെ പോലെ തന്നെയല്ലേ നീയും? നിനക്ക് ഞങ്ങളൊക്കെ സ്വന്തമല്ലേ? ഇതാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബക്കാർ ഒന്നുകൂടണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി പരസ്പരം തോന്നും. അങ്കിളിൻ്റെ ഒരേയൊരു മോളാണ് ശാലു. ഇപ്പോൾ +1 പഠിക്കുന്നു. വീട് വിട്ട് പുതിയൊരു നഗരത്തിൽ എത്തിപ്പെട്ടതിൻ്റെ ഒറ്റപ്പെടൽ തോന്നേണ്ടെന്ന് കരുതിയാകും ഫ്ലാറ്റ് എത്തുന്നതുവരെ അങ്കിൾ കുടുംബത്തിലെ വിശേഷങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഓരോ ബ്ലോക്കിലും ആ സംസാരം ബാംഗ്ലൂർ നഗരത്തിൻ്റെ ട്രാഫിക് ബ്ലോക്കിലേക്കും നീണ്ടു. ബാംഗ്ലൂർ ഉണർന്നു വരുന്നതേയുള്ളൂ. ദേ, ആ വഴിയാണ് HSR ലേഔട്ടും നിന്റെ ഓഫീസുമെല്ലാം. ഹോസ്റ്റലിൽ നിന്ന് ഒരു റിക്ഷ പിടിച്ചാൽ മതി. പിന്നെ രാവിലത്തെ ഇവിടുത്തെ ട്രാഫിക് അനുസരിച്ച് 1 മണിക്കൂർ മുൻപേ ഇറങ്ങേണ്ടി വരുമെന്ന് മാത്രം. റോഡിൽ നിന്നും ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തോട്ട് തിരിയുന്നതിന് മുൻപേ നേരെയുള്ള റോഡ് ചൂണ്ടിക്കാട്ടി അങ്കിൾ പറഞ്ഞു. അടുത്തിടെ പെയിൻ്റ് അടിച്ച് മിനുക്കിയെന്ന് തോന്നിക്കുന്ന ഒരു 8 നില ബിൽഡിങ്ങിൻ്റെ മുൻപിൽ അങ്കിൾ വണ്ടി നിർത്തി. ചൂട് ഇഡ്ഡലിയും സാമ്പാറും ഒരുക്കി 3-ാം നിലയിലെ 6B ഫ്ലാറ്റിൽ ആൻറ്റി അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഞായറാഴ്ചയായതിനാൽ ശാലു രാവിലെ ട്യൂഷന് പോയി. 2 മുറികളും ചെറിയ ഡൈനിങ് ഹാളും അടുക്കളയുമായി ഒരു ചെറിയ ഫ്ലാറ്റ്. ഡൈനിങ് ഹാളിൻ്റെ നേരെ വലതുവശത്താണ് ബാൽക്കണി. വലിയൊരു കറിവേപ്പില ചെടിയും ആൻറ്റിയുടെ ചെറിയ പച്ചക്കറി കൃഷിയുമൊക്കെയായി ബാൽക്കണി സമൃദ്ധമാണ്. ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ അപ്പുറത്തുള്ള ഫ്ലാറ്റുകളുടെയെല്ലാം ഉൾവശം നന്നായി കാണാം. നേരെ മുന്നിലുള്ള ഒരു ഫ്ലാറ്റിൽ ആൾതാമസമൊന്നുമില്ലെന്ന് തോന്നുന്നു. അതിനടുത്തുള്ള ഫ്ലാറ്റിലെ അയലിൽ ഉണക്കാനിട്ട തുണി കണ്ടാൽ തന്നെ താമസക്കാർ ബാച്ചിലേഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. എൻ്റെ കറിവേപ്പില ചെടിയൊന്നും ചവിട്ടല്ലേ? പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന അവളോട് കയ്യിൽ ഒരു പാത്രത്തിൽ മുറിച്ചു വെച്ച പഴുത്ത മാങ്ങയുമായി ഹാളിലേക്ക് നടന്നു വരുന്നതിനിടെ ആൻറ്റി വിളിച്ചു പറഞ്ഞു. അയ്യോ ഇല്ല, ഞാനത് കണ്ടായിരുന്നു. ആൻറ്റിക്ക് കൃഷിയൊക്കെ നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു. വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് കാട്ടിക്കൂട്ടുന്നതാ. അവർ 2 പോയാൽ പിന്നെ എനിക്കിവിടെ വേറെ പണി വേണ്ടേ? ആൻറ്റി B.Ed എല്ലാം കഴിഞ്ഞതാണെന്നാണല്ലോ അമ്മ പറഞ്ഞേ. ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ഇല്ല, അങ്കിളിന് ജോലിക്ക് പോകുന്നതൊന്നും ഇഷ്ടല്ല. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതും നിർത്തി. ഇനി എന്ത് ചോദിക്കുമെന്നറിയാതെ അവൾ കയ്യിലൂടെ ഒലിച്ചിറങ്ങിയ മാങ്ങയുടെ നീര് ജീൻസിൻ്റെ സൈഡിൽ തുടച്ച് പുറത്തോട്ട് നോക്കി. ജീവിക്കുന്ന നഗരം പരിഷ്കാരമുള്ളതാണെന്നൊക്കെ പറഞ്ഞാലും മാറ്റം സംഭവിക്കാത്ത ചില ജീവിതങ്ങളുണ്ട്. വീട്ടിലെ ചുവരുകളെന്നോ ഫ്ലാറ്റിലെ ചുവരുകളെന്നോ വ്യത്യാസമില്ലാതെ ആ 4 ചുവരുകൾക്കുള്ളിൽ ജീവിച്ചൊടുങ്ങാൻ വിധിക്കപ്പെട്ട ചിലരുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകാട്ടോ. അപ്പോഴേക്കും ശാലുവും ക്ലാസ് കഴിഞ്ഞെത്തും. 1 മിനിറ്റിലെ നിശബ്ദത ഭേദിച്ച് ആൻറ്റി വീണ്ടും സംസാരത്തിന് തുടക്കമിട്ടു. ജോലിയുടെ ആവശ്യത്തിനായി അങ്കിൾ പുറത്തു പോയതുകൊണ്ട് ഉച്ചഭക്ഷണത്തിനും അവർ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈകിട്ട് 3 മണിയോടെ ശാലു എത്തി. ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂർ ആയതുകൊണ്ട് അവൾക്ക് മലയാളം അത്ര വശമില്ല. എങ്കിലും അമ്മുച്ചേച്ചി എന്നുള്ള അവളുടെ നീട്ടിവിളിയും കെട്ടിപ്പിടുത്തവുമെല്ലാം അതിഥിക്ക് നന്നേ ബോധിച്ചു. കുറച്ചു നേരത്തെ വർത്തമാനത്തിന് ശേഷം 3 പേരും ഹോസ്റ്റലിലേക്ക് തിരിച്ചു.
ആൻറ്റിയുടെ വീട്ടിൽ നിന്നും 5 മിനിറ്റ് പോലും യാത്രയില്ല ഹോസ്റ്റലിലേക്ക്. എങ്കിലും ലഗേജ് ഉള്ളതിനാൽ ഒരു ഓട്ടോ പിടിച്ചു. 2 ദിവസം മുൻപ് ആൻറ്റി വന്ന് താമസക്കാര്യമെല്ലാം സംസാരിച്ചതിനാൽ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഹോസ്റ്റലിന് 2 ബിൽഡിംഗാണുള്ളത്. പഴയ ബിൽഡിങ്ങിന് 7,000 രൂപയും മെസ്സിന് തൊട്ടടുത്ത് കുറച്ചുകൂടെ സൗകര്യങ്ങളുള്ള പുതിയ ബിൽഡിങ്ങിന് 10,000 രൂപയുമാണ് വാടക. അതിഥി റൂമെടുത്തത് പുതിയ ബിൽഡിങ്ങിൽ ആണെങ്കിലും തൽക്കാലം റൂം ഒഴിവില്ലാത്തതിനാൽ 2 ആഴ്ച പഴയ ബിൽഡിങ്ങിൽ വേണം താമസിക്കാൻ. ദേ ഇവിടെ മതിലുചാട്ടം, കള്ളുകുടി തുടങ്ങിയ ഉടായ്പകളൊന്നും കാണിക്കല്ലേ. ലോക്കൽ ഗാർഡിയനിൽ എൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്. യാത്ര പറയാൻ നേരം ആൻറ്റി തമാശയെന്നോണം പറഞ്ഞു. പണ്ട് കോളേജ് ഹോസ്റ്റലിൽ വെള്ളമടിച്ച് പിടിച്ച കഥ അച്ഛൻ ഇവിടെയും പറഞ്ഞു കാണുമോ? അല്ലെങ്കിലും ഈ വീട്ടുകാരിങ്ങനെയാണ്. മറ്റുള്ളവരോട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളുമല്ലാതെ ഒരു നല്ല വാക്ക് പറയില്ല. ഹേ, അങ്ങനെ വരാൻ ചാൻസില്ല. അങ്ങനെയെങ്കിൽ മതിലുചാട്ടത്തിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അത് ഇതുവരെ ട്രൈ ചെയ്യാത്ത ഐറ്റമാണല്ലോ എന്ന ചിന്തയിൽ അവൾ റൂമിലേക്കുള്ള പടികൾ കയറി. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ കാണുന്ന ആദ്യത്തെ മുറി അവളുടേതാണ്. 2 കട്ടിലും കബോർഡും ഒരു മേശയും മാത്രമേ മുറിയിലുള്ളൂ. ചെറുതാണെങ്കിലും മുറി നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. വൈകിട്ട് റൂംമേറ്റ് വരുമ്പോൾ എന്തായാലും ഒരു അഭിനന്ദനം അറിയിക്കണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ലഗേജെല്ലാം ഒതുക്കി വെച്ച് ബാംഗ്ലൂരിലെ തണുത്ത പൈപ്പ് വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയം 8 ഈ മുറിയിലുള്ള കുട്ടി എന്താണ് ഇനിയും വരാത്തത്? 9:30 കഴിഞ്ഞാൽ മെസ്സ് അടയ്ക്കും. ആദ്യത്തെ ദിവസം ഒന്നും അറിയാതെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് മെസ്സിൽ പോകുന്നത്? സ്കൂളിൽ പഠിക്കുമ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിൽ വരെ അവൾക്ക് മറ്റൊരാളുടെ കൂട്ടുവേണം. അതിഥി ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചു വരുന്നവരും കുളിക്കാനായി ബക്കറ്റുമായി ഓടുന്നവരും ഫോൺ വിളിച്ച് വെറുതെ ഉലാത്തുന്നവരുമൊക്കെയായി വരാന്ത സജീവമാണ്. എന്തോ പുറത്തേക്കിറങ്ങാൻ തോന്നിയില്ല. അവൾ വാതിലടച്ച് ബെഡിൽ വന്നിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ വിളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി മുറിയിലേക്ക് കയറി വന്നു. കയ്യിലുണ്ടായിരുന്ന സൈഡ് ബാഗും കവറും ടേബിളിൽ വെച്ച് ബെഡിലിരുന്ന് ചെരുപ്പഴിച്ചുകൊണ്ട് അവൾ അതിഥിയോട് ചോദിച്ചു, നീയാണല്ലേ എൻ്റെ പുതിയ റൂംമേറ്റ്? അതിഥി എന്നാണല്ലേ പേര്? ഹലോ, എൻ്റെ പേര് സാക്ഷി. ഞാനാണ് നിൻ്റെ താൽക്കാലിക റൂംമേറ്റ്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാക്ഷി ഡെറാഡൂൺകാരിയാണ്. 1.5 വർഷത്തോളമായി ഇവിടെ ഒരു കമ്പനിയിൽ മൈക്രോബയോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. അവളുടെ ചേച്ചി കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ സ്ഥിര താമസമാണ്. ഹിന്ദി അറിയാത്തതുകൊണ്ട് ഇനി 2 ആഴ്ച റൂമിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ കഴിയൂ എന്നാലോചിച്ചപ്പോൾ അതിഥിക്ക് ചെറിയ മടുപ്പ് തോന്നി. ഇംഗ്ലീഷിൽ ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞാൽ പേപ്പർ നിറയെ സാഹിത്യം അടിച്ചുവിടാൻ കഴിയുമെങ്കിലും നേരിട്ടൊരു 10 മിനിറ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ വിറയലാണ് ഇപ്പോഴും. ഭക്ഷണം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴേക്കും സാക്ഷിയുടെ പുതിയ റൂംമേറ്റിനെ കാണാൻ അപ്പുറത്തെ മുറിയിൽ താമസിക്കുന്ന അവളുടെ സുഹൃത്തെത്തിയിരുന്നു. ഇവിടെ അടുത്തൊരു കമ്പനിയിൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്യുകയാണ് അശ്വിനി. കണ്ടപാടെ 2 പേരും ഹിന്ദിയിൽ കളിപറച്ചിലും തമാശയുമൊക്കെ ആയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അതിഥി ഫോൺ എടുത്തു. അവരുടെ സംസാരത്തിനൊപ്പം ചേരാൻ അതിഥിക്കും അവർക്കുമിടയിൽ പൊതുവായ ഒന്നും തന്നെയില്ല. ഇതൊരു വൃത്തികെട്ട അവസ്ഥയാണ്. നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷയായെങ്കിൽ നന്നായിരുന്നേനെ എന്നവൾക്ക് തോന്നി. അതെ, നിനക്ക് കന്നഡ അറിയോ? സാക്ഷിയുമായുള്ള സംസാരം നിർത്തി അശ്വിനി അതിഥിയുടെ ബെഡിൽ ഉടമസ്ഥാവകാശം ഉള്ള ഒരാളെ പോലെ വന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഹിന്ദിയും കന്നഡയും അറിയില്ലെങ്കിൽ നാളെ ഓഫീസിലെത്താൻ കുറച്ച് കഷ്ടപ്പെടും. നിന്റെ ഓഫീസ് ലൊക്കേഷൻ പറയൂ, ഞാൻ വഴി പറഞ്ഞു തരാം. ഇവിടുന്നൊരു ഓട്ടോയോ ഊബറോ വിളിച്ചാൽ മതിയെന്ന് അങ്കിൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അതിഥി അശ്വിനിയോട് പറയാൻ ശ്രമിച്ചു. എന്നാൽ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ, തന്നെ നാളെ സുരക്ഷിതമായി ഓഫീസിൽ എത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്, അശ്വിനി അധികാരസ്വരത്തിൽ പറഞ്ഞു. അവൾക്കതെല്ലാം അറിയാം. ഇവിടെ അവൾക്ക് ബന്ധുക്കളുണ്ട്. സഹായിക്കാനുള്ള അശ്വിനിയുടെ ആവേശത്തെ തല്ലിക്കെടുത്തി സാക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അപ്പോൾ ഊബർ ഉണ്ടല്ലേ? എന്നാലും ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും ചെയ്യാതെ പിന്നോട്ടില്ലെന്ന ഭാവത്തിൽ അശ്വിനി അതിഥിയുടെ ഫോൺ വാങ്ങി പ്ലേ സ്റ്റോറിൽ കയറി ഊബർ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാനിട്ടു. സമയം 10 സാക്ഷി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ കിടന്നു. റൂമിൽ മാത്രമല്ല, ജീവിതത്തിലും അതേ അടുക്കും ചിട്ടിയുമാണ് അവൾക്ക്. ബെഡ്ഷീറ്റ് തലവഴി മൂടി ഉറക്കം വരാതെ അവൾ വാട്സപ്പ് തുറന്നു. എന്നത്തെയും പോലെ ഏറ്റവും മുകളിൽ ലയയുടെ മെസ്സേജ് തന്നെയാണ്. ഹലോ അമ്മു, എങ്ങനെയുണ്ട് ബാംഗ്ലൂർ? കോളേജ് കാലം മുതൽ കൂടെ കൂടിയതാണ് ലയ. നമ്മളെക്കാൾ സകലമാന ഉടായ്പകളും കയ്യിലുണ്ടെങ്കിലും നമ്മുടെ വീട്ടുകാരുടെ മുന്നിൽ ക്ലീൻ ചിറ്റുള്ള ഒരു സുഹൃത്ത് എല്ലാവർക്കും ഉണ്ടാകും. അതിഥിയുടെ ലൈഫിലെ ആ ഒരു റോളാണ് ലയയ്ക്ക്. കോളേജ് കഴിഞ്ഞ് ജോലിയൊക്കെ വാങ്ങി ഒരു നസ്രാണി ചെക്കനെയും കെട്ടി ഇപ്പോൾ ഡൽഹിയിലാണ് പുള്ളിക്കാരി. എനിക്കിഷ്ടായില്ല, അതിഥി മറുപടി അയച്ചപ്പോഴേക്കും ബ്ലൂടിക്ക് വീണു. അല്ലെങ്കിലും നിനക്കെന്താണ് ഇഷ്ടാവുന്നേ? എന്തിനാണ് അമ്മു എല്ലാത്തിനോടും ഇങ്ങനെ നെഗറ്റീവ് ആവുന്നത്? ഇന്ന് എത്തിയതല്ലേ ഉള്ളൂ, പയ്യെ എല്ലാം ശരിയാവും. നീ കുറച്ച് നല്ല ഫ്രണ്ട്സിനെയൊക്കെ കണ്ടെത്ത്, ലൈഫ് കുറച്ചുകൂടെ കളറാകും. ശരിയാണ്, എനിക്കും ബോറടിച്ചു. എല്ലാ കാലത്തും നീ തന്നെ. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ.
അയ്യടാ, അങ്ങനെ എന്നെ റീപ്ലേസ് ചെയ്യാമെന്ന് നീ കരുതണ്ട. യു ആർ സ്റ്റക്ക് വിത്ത് മീ ഫോർ എവർ. ഞാൻ നാളെ മെസ്സേജ് ചെയ്യാം. ഞങ്ങൾ ഡിന്നറിന് പുറത്തു പോകാൻ നിൽക്കാണ്. റെസ്റ്റ് വെൽ. ഗുഡ് നൈറ്റ് അമ്മോ. ലയ അങ്ങനെയാണ്. നമ്മൾ ഈ പുണ്യാളൻ്റെ ബാക്കിൽ കത്തുന്നൊരു ലൈറ്റ് കണ്ടിട്ടില്ലേ? അങ്ങനെയൊന്ന് അവളുടെ തലയുടെ പുറകിലുമുണ്ടെന്ന് അതിഥിക്ക് തോന്നിയിട്ടുണ്ട്. അത്ര പോസിറ്റീവാണ് അവളെപ്പോഴും. അവൾക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് സാക്ഷിയുടെ ഉറക്കം ശല്യപ്പെടുത്താതെ അതിഥി കസേര വലിച്ചിട്ട് ടേബിൾ ലാമ്പ് ഓൺ ചെയ്ത് ഡയറി നിവർത്തി. 5/2/2017. പ്രിയപ്പെട്ട മഹാദേവ്, നിനക്കെഴുതിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. പറയാൻ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും ഉണ്ടായില്ല. ജീവിതത്തിൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. ഒരൊഴുക്കിൽ അതങ്ങനെ പോകുന്നു. ഇന്ന് രാവിലെ ബാംഗ്ലൂരിലെത്തി. പുതിയ ജോലി, നഗരം, മുഖങ്ങൾ, ഭാഷ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പോകുന്നതെന്നറിയില്ല. പക്ഷേ നമ്മൾ മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നുമില്ലാതെ ഒറ്റക്കൊരു ദ്വീപിൽ കൊണ്ടിട്ടാൽ പോലും അവിടെ വേരുറപ്പിച്ച് വളർന്നു വരുമെന്ന് ഉറപ്പാണ്. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ മനുഷ്യനോളം കഴിയുന്ന മറ്റൊരു ജീവിയില്ല. ആൻറ്റിയും ശാലുവും സാക്ഷിയുമൊക്കെയായി ഞാൻ ഇവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഇപ്പോഴുള്ള മുറി ചെറുതാണെങ്കിലും എനിക്കിഷ്ടമായി. 2 ആഴ്ച വേഗം ഓടിപ്പോകുമെന്ന് തോന്നുന്നു. ജോലിയെക്കുറിച്ച് ചെറിയ ടെൻഷനൊക്കെയുണ്ട്. പിന്നെ എവിടെ പോയാലും വാചകമടിച്ച് നിൽക്കാൻ കഴിയുമെന്ന ഒറ്റ കാര്യത്തിലാണ് എനിക്ക് എന്നോട് തന്നെ മതിപ്പുള്ളത്. ആൻറ്റി നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ നിശബ്ദമാകുന്ന ഓരോ നിമിഷത്തിലും കണ്ണിൽ 1000 സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന പോലെ തോന്നുന്നു. ചിലപ്പോൾ നീ പറയാറുള്ള പോലെ എൻ്റെ ആവശ്യമില്ലാത്ത 1000 തോന്നലുകളിൽ ഒന്നാകാം. ആദ്യ ദിവസത്തിൽ തന്നെ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നതൊന്നും ഈ നഗരത്തിൽ കണ്ടെത്താനായില്ല. ഒരു വൈകുന്നേരം മറ്റാരും കടന്നു വരാത്ത ഒരിടത്ത് നിനക്കൊപ്പമിരുന്ന് പുലരും വരെ ഈ നഗരം ഉറങ്ങുന്നതും ഉണരുന്നതും കണ്ടിരിക്കണമെന്നുണ്ട്. നീ എന്നാണ് വരുന്നത്? കാരണങ്ങൾ ഒന്നുമില്ലാതെ ഞാൻ വെറുതെ വെറുക്കുന്ന ഈ നഗരത്തിലേക്ക്. ഒരുപാട് സ്നേഹത്തോടെ അതിഥി.